ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകളാണ്. AI വികസനത്തിന് ആഗോള ഏകോപനവും നിയന്ത്രണങ്ങളും വേണമെന്ന് ആന്ത്രോപിക്. AI മനുഷ്യന് ഭീഷണിയാകരുതെന്നും മുന്നറിയിപ്പ്. നിർമ്മിത ബുദ്ധി വികസിപ്പിക്കുന്നത് മന്ദഗതിയിലാക്കാനും താൽക്കാലികമായി നിർത്തിവെക്കാനും ഒരു ഏകോപിതവും വിശ്വാസ്യവുമായ സംവിധാനം ആവശ്യമാണെന്ന് പ്രമുഖ നിർമ്മിത ബുദ്ധി കമ്പനിയായ ആന്ത്രോപിക് വ്യക്തമാക്കുന്നു. AI സ്വന്തമായി അതിന്റെ പിൻഗാമികളെ നിർമ്മിക്കാൻ പ്രാപ്തമായാൽ അത് സാങ്കേതിക ചരിത്രത്തിലെ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. എന്നാൽ അത് അത്തരം നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾക്കുമേലുള്ള മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ നാം അവയെ സംരക്ഷിക്കേണ്ടതും സുരക്ഷ ഒരുക്കേണ്ടതും അവയുടെ പെരുമാറ്റം രൂപവൽക്കരിക്കുന്നതുമെല്ലാം ഏറെ പ്രധാനപ്പെട്ടതായി മാറും. ആന്ത്രോപിക്കിന്റെ കോഡ് ബേസിലേക്ക് കൂട്ടിച്ചേർത്ത 80% കോഡുകളും അവരുടെ നിർമ്മിത ബുദ്ധി മോഡലായ ക്ലോഡ് തന്നെയാണ് തയ്യാറാക്കിയത് എന്ന് കമ്പനി വ്യക്തമാക്കുന്നു. സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിനൊപ്പം സാമൂഹ്യ സംവിധാനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും എത്തിച്ചേരാനാകുന്ന വിധം നിർമ്മിത ബുദ്ധി വികസന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഒരു മാർഗം ലോകത്തിനു മുന്നിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് ആന്ത്രോപിക് പറഞ്ഞു. ഒരു കമ്പനി മാത്രമായി ഏകപക്ഷീയമായി ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് വലിയ പ്രയോജനം ചെയ്യില്ലെന്നും കമ്പനി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹൈബ്രിഡ് വാഹന രംഗത്തേക്ക് ചുവടുവയ്ക്കാനൊരുങ്ങി മഹീന്ദ്ര. പുതിയ മോഡലുകളുടെ വികസന പ്രവർത്തനങ്ങൾ കമ്പനി ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വാഹന വിപണിയിൽ ഹൈബ്രിഡ് കാറുകളുടെ ജനപ്രീതി വർദ്ധിക്കുന്നതിനിടെ മഹീന്ദ്രയും ഹൈബ്രിഡ് സാങ്കേതികവിദ്യയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. 2027 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന കഫേ 3 ഇന്ധനക്ഷമത മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് കമ്പനിയുടെ പുതിയ നീക്കം. വാഹനങ്ങളുടെ ഇന്ധന ഉപഭോഗവും മലിനീകരണവും കുറയ്ക്കുക എന്നതാണ് കഫേ 3ന്റെ പ്രധാന ലക്ഷ്യം. ശക്തമായ ഹൈബ്രിഡ്, പ്ലഗ്-ഇൻ ഹൈബ്രിഡ്, റേഞ്ച് എക്സ്റ്റൻഡർ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് പ്രത്യേക ക്രെഡിറ്റുകൾ അനുവദിക്കുന്നതിനാൽ വാഹന നിർമ്മാതാക്കൾക്ക് ഹൈബ്രിഡ് സാങ്കേതികവിദ്യ കൂടുതൽ ആകർഷകമാകുകയാണ്. നിലവിൽ 1.5 ലിറ്റർ, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനുകളുള്ള SUVകളാണ് മഹീന്ദ്രയുടെ പ്രധാന ശക്തി. 1.2 ലിറ്റർ, 2.0 ലിറ്റർ ടർബോ പെട്രോൾ മോഡലുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഇലക്ട്രിക് വാഹന രംഗത്തും സാന്നിധ്യമുണ്ടെങ്കിലും പ്രതീക്ഷിച്ചത്ര വിൽപ്പന നേടാനായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈബ്രിഡ് വാഹനങ്ങൾക്കായി കമ്പനി പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഭാവിയിൽ ചില മോഡലുകളിൽ ഡീസൽ എഞ്ചിനുകൾക്ക് പകരം ഹൈബ്രിഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കാനാണ് സാധ്യത. കൂടുതൽ മൈലേജും കുറഞ്ഞ മലിനീകരണവും നൽകുന്ന ഹൈബ്രിഡ് വാഹനങ്ങൾ ഇന്ത്യയിലെ പരിമിതമായ EV ചാർജിംഗ് സൗകര്യങ്ങൾക്കിടയിൽ ഉപഭോക്താക്കൾക്ക് മികച്ചൊരു ഇടത്തരം പരിഹാരമായി മാറുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. OnePlus ഉപഭോക്താക്കൾക്കായി വമ്പൻ വിലക്കിഴിവുകളുമായി കമ്മ്യൂണിറ്റി സെയിൽ 2026 ആരംഭിച്ചു. ജൂൺ 10 വരെ പ്രത്യേക ഓഫറുകൾ ലഭ്യമാകും. പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ OnePlus ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി സെയിൽ 2026 പ്രഖ്യാപിച്ചു. ജൂൺ 10 വരെ നീളുന്ന വിൽപ്പനാ മേളയിൽ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഓഡിയോ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആകർഷകമായ ഓഫറുകളാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലായ OnePlus 15-ന് 3000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതോടെ വില 74,999 രൂപയായി കുറയും. OnePlus 15R 51,999 രൂപയ്ക്കും ലഭിക്കും. മുൻനിര മോഡലായ OnePlus 13-ന് 12,000 രൂപയുടെ നേരിട്ടുള്ള വിലക്കിഴിവും 5,000 രൂപയുടെ ബാങ്ക് ഓഫറും ഉൾപ്പെടെ മൊത്തം 17,000 രൂപയുടെ ആനുകൂല്യമാണ് ലഭിക്കുന്നത്. ഇതോടെ വില 52,999 രൂപയാകും. നോർഡ് സീരീസിനും പ്രത്യേക ഓഫറുകളുണ്ട്. ടാബ്ലറ്റ് വിഭാഗത്തിൽ OnePlus Pad 4-ന് ബാങ്ക് ഓഫറിനൊപ്പം സൗജന്യ സ്റ്റൈലോ പ്രോയോ ലഭിക്കും. ബഡ്സ്, വയർലെസ് ഹെഡ്സെറ്റുകൾ എന്നിവയ്ക്കും വിലക്കിഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്ത ക്രെഡിറ്റ് കാർഡുകൾക്ക് 6 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും ലഭ്യമാണെന്ന് കമ്പനി അറിയിച്ചു. ജൂൺ 7 വരെ മാത്രം ലഭിക്കുന്ന പ്രത്യേക ബണ്ടിൽ ഓഫറുകളും ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.